ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കുവാൻ ഇരുളിന് കഴിഞ്ഞില്ല. തൻ്റെ പ്രബോധനങ്ങളാൽ നമ്മെ ജ്ഞാനികളാക്കുന്ന സകലത്തിൻ്റെയും നാഥനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ തിരുവചനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വിശുദ്ധമായ പ്രബോധനത്താൽ ഞങ്ങളെ ജ്ഞാനികളാക്കണമേ. ഞങ്ങളുടെ ഇരുളടഞ്ഞ ജീവിതത്തെ അങ്ങയുടെ വചന വെളിച്ചത്താൽ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വചനങ്ങളാൽ ഞങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കണമേ. ആമേൻ. ഒരു വർഷം കൊണ്ട് സമ്പൂർണ്ണ ബൈബിൾ വായന 64-ാം ദിവസം. കർത്താവിനുള്ള കാഴ്ചകൾ. ഇന്നേ ദിവസം നമ്മൾ സംഖ്യയുടെ പുസ്തകം 15-ാം അധ്യായം, നിയമാവർത്തന പുസ്തകം 13-ഉം 14-ഉം അധ്യായങ്ങൾ, സങ്കീർത്തനങ്ങൾ 96 എന്നിവ വായിക്കുന്നു. കർത്താവിനുള്ള കാഴ്ചകളെക്കുറിച്ചും തെറ്റിനുള്ള പരിഹാരത്തെക്കുറിച്ചുമാണ് സംഖ്യയുടെ പുസ്തകത്തിൽ വിവരിക്കുന്നത്. വിഗ്രഹാരാധനയ്ക്കെതിരായുള്ള മുന്നറിയിപ്പും കർത്താവിൻ്റെ മക്കളും വിശുദ്ധ ജനവുമായ ഇസ്രായേല്യർ നൽകേണ്ട ദശാംശത്തെക്കുറിച്ചും ഭക്ഷണയോഗ്യവും വർജ്യവുമായ മൃഗങ്ങളെക്കുറിച്ചും നിയമാവർത്തന പുസ്തകത്തിൽ വിവരിക്കുന്നു. കൂടാതെ ആരാധനാ നിയമങ്ങളെപ്പറ്റിയും തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. സംഖ്യയുടെ പുസ്തകം 15-ാം അധ്യായം, കർത്താവിനുള്ള കാഴ്ചകൾ. കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു: ഇസ്രായേല്യരോട് നീ പ്രഖ്യാപിച്ചു പറയണം, ഞാൻ നിങ്ങൾക്ക് തരുന്ന നിങ്ങളുടെ അധിവാസ കേന്ദ്രങ്ങളുടെ ദേശത്ത് നിങ്ങൾ പ്രവേശിക്കുകയും സ്വാഭിഷ്ട കാഴ്ചയിലോ നിങ്ങളുടെ സമാഗമ വേളകളിലോ നേർച്ച നിറവേറ്റാൻ കന്നുകാലികളിൽ നിന്നോ ആട്ടിൻപറ്റത്തിൽ നിന്നോ ഹോമയാഗമായോ ബലിയായോ കർത്താവിന് സുരഭില പരിമളമാക്കാൻ നിങ്ങൾ കർത്താവിന് അഗ്നിയിലുള്ള അർപ്പണം നടത്തുകയും ചെയ്യുമ്പോൾ സമർപ്പകൻ കർത്താവിനുള്ള തൻ്റെ കാണിക്ക 4-1 ഹിൻ എണ്ണ ചേർത്ത ഒരു എസ്രോൻ നേരിയ മാവ് ധാന്യയാഗമായി കൊണ്ടുവരണം. ഹോമയാഗത്തിന്മേൽ അല്ലെങ്കിൽ ബലിയോട് ചേർത്ത് പാനീയാർപ്പണമായി ചെമ്മരിയാടൊന്നിന് 4-1 ഹിൻ വീഞ്ഞ് നീ അർപ്പിക്കുകയും വേണം. കോലാട്ടിൻ മുട്ടനാണെങ്കിൽ ധാന്യയാഗമായി 2 ഇസ്രോൺ നേരിയ മാവ് 3-1 ഹിൻ എണ്ണ ചേർത്ത് നീ അർപ്പിക്കണം. പാനീയാർപ്പണത്തിനായി 3-1 ഹിൻ വീഞ്ഞും കർത്താവിനുള്ള സുരഭില പരിമളമായി അർപ്പിക്കണം. കർത്താവിനുള്ള നേർച്ചയോ സമാധാന യാഗമോ നിറവേറ്റാൻ കന്നുകുട്ടിയെയാണ് ഹോമയാഗമായോ ബലിയായോ നീ ഒരുക്കുന്നതെങ്കിൽ കന്നുകുട്ടിക്കൊപ്പം 1/2 ഹിൻ എണ്ണ ചേർത്ത 3 ഇസ്രോൺ നേരിയ മാവ് ധാന്യയാഗമായി നീ അർപ്പിക്കണം. കർത്താവിന് അഗ്നിയിലുള്ള സുരഭില പരിമളാർപ്പണമായി 1/2 ഹിൻ വീഞ്ഞ് പാനീയ ബലിയായും അർപ്പിക്കണം. ഒരു കാളയ്ക്കോ ഒരു മുട്ടാടിനോ ചെമ്മരിയാടുകളിലെയോ കോലാടുകളിലെയോ കുട്ടിക്ക് വേണ്ടി ചെയ്യേണ്ടതും ഇപ്രകാരം തന്നെ. നിങ്ങൾ അർപ്പിക്കുന്ന എണ്ണമനുസരിച്ച് അവയുടെ കണക്കുപ്രകാരം ഓരോന്നിനും വേണ്ടി ഇങ്ങനെ ചെയ്യണം. കർത്താവിന് അഗ്നിയിലുള്ള സുരഭില പരിമളാർപ്പണം നടത്തുന്നതിന് ഓരോ തദ്ദേശവാസിയും ഇവ ഇങ്ങനെ തന്നെ ചെയ്യണം. നിങ്ങളുടെ കൂടെ തൽക്കാലം വസിക്കുന്ന പ്രവാസിയോ നിങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ തലമുറകളോട് ചേർന്നുള്ളവനോ ഉണ്ടായിരിക്കുകയും അവൻ കർത്താവിന് അഗ്നിയിലുള്ള സുരഭില പരിമളാർപ്പണം നടത്തുകയും ചെയ്യുന്നെങ്കിൽ നിങ്ങൾ ചെയ്യുന്നത് പോലെ തന്നെ അവനും ചെയ്യണം. സമൂഹം എന്ന നിലയിൽ നിങ്ങൾക്കും തൽക്കാലവാസിയായ പ്രവാസിക്കും ചട്ടം ഒന്ന് തന്നെ. തലമുറകളോളം ഇത് നിങ്ങൾക്ക് ശാശ്വത ചട്ടമായിരിക്കണം. കർത്താവിൻ്റെ മുമ്പിൽ നിങ്ങളെങ്ങനെയോ അങ്ങനെ തന്നെയാണ് പ്രവാസിയും. നിങ്ങൾക്കും നിങ്ങളോടുകൂടെ തൽക്കാലവാസിയായ പ്രവാസിക്കും ഒരേ നിയമവും ഒരേ ന്യായപ്രമാണവും ആയിരിക്കണം. കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു: ഇസ്രായേല്യരോട് നീ പ്രഖ്യാപിക്കുക, ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്ന നാട്ടിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞ് ആ നാടിൻ്റെ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുമ്പോൾ കർത്താവിന് നിങ്ങൾ കാണിക്കയർപ്പിക്കണം. നിങ്ങളുടെ ആദ്യ ധാന്യ നുറുക്കുകളാണ് അടയായി കാണിക്കയർപ്പിക്കേണ്ടത്. മെതിക്കളത്തിൻ്റെ കാണിക്ക എങ്ങനെയോ അതുപോലെ നിങ്ങളത് കാഴ്ചവെക്കണം. നിങ്ങളുടെ ആദ്യ ധാന്യ നുറുക്കുകളിൽ നിന്ന് തലമുറ തോറും കർത്താവിന് നിങ്ങൾ
കാണിക്ക നൽകണം. അബദ്ധവശാലുള്ള തെറ്റിനുള്ള പരിഹാരം: നിങ്ങൾ അശ്രദ്ധരാകുകയും കർത്താവ് മോശയോട് നിർദ്ദേശിച്ച ഈ കൽപ്പനകളെല്ലാം നിവർത്തിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ കർത്താവ് മോശ വഴി നിങ്ങളോട് കൽപ്പിച്ചതെല്ലാം കർത്താവ് കൽപ്പിക്കുന്ന ഇന്നു മുതൽ മുമ്പോട്ട് നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടിയുള്ളതാണല്ലോ. അത് സമൂഹത്തിൻ്റെ ദൃഷ്ടികളിൽപ്പെടാതെ അബദ്ധവശാൽ ചെയ്യപ്പെട്ടതാണെങ്കിൽ സമൂഹം മുഴുവനും കൂടി ഒരു മൂരിക്കിടാവിനെ അതിൻ്റെ വിധിപ്രകാരമുള്ള ധാന്യയാഗത്തോടും പാനീയയാഗത്തോടും കൂടെ കർത്താവിനുള്ള സുരഭില പരിമളത്തിനായി ഹോമയാഗമായും ഒരു മുട്ടാടിനെ പാപമുക്തിയാഗമായും സമർപ്പിക്കണം. പുരോഹിതൻ ഇസ്രായേലിലെ സമൂഹം മുഴുവനും വേണ്ടി പരിഹാരമനുഷ്ഠിക്കണം. അപ്പോൾ അത് അവരോട് ക്ഷമിക്കപ്പെടും. കാരണം അതൊരു അബദ്ധമായിരുന്നു. തങ്ങളുടെ അബദ്ധത്തെ പ്രതി അവർ തന്നെ തങ്ങളുടെ കാണിക്കയായി കർത്താവിന് അഗ്നിയിലുള്ള അർപ്പണവും കർത്തൃസന്നിധിയിൽ പാപമുക്തിയാഗവും കൊണ്ടുവരികയും ചെയ്തല്ലോ. ഇസ്രായേലിലെ സമൂഹം മുഴുവനോടും അവരുടെ ഇടയിലെ തൽക്കാലവാസിയായ പ്രവാസിയോടും ക്ഷമിക്കപ്പെടും. അബദ്ധത്തിൽപ്പെടുക എന്നത് ഏതു ജനത്തിനും സംഭവിക്കാമല്ലോ. ഒരു വ്യക്തി അബദ്ധത്തിൽ പാപം ചെയ്താൽ പാപമുക്തിയാഗത്തിനായി 1 വയസ്സുള്ള പെണ്ണാടിനെ അവൻ കാഴ്ചവെക്കണം. കർത്തൃസന്നിധിയിൽ അശ്രദ്ധയാലുള്ള പാപം വഴി അബദ്ധം പറ്റുന്ന വ്യക്തിയെ പ്രതി പരിഹാരം ചെയ്യുന്നതിനായി പുരോഹിതൻ അവനു വേണ്ടി പരിഹാരയാഗം അർപ്പിക്കണം. അപ്പോൾ അവനോട് ക്ഷമിക്കപ്പെടും. അബദ്ധത്തിൽ തെറ്റ് ചെയ്യുന്നവനെ സംബന്ധിച്ച് ഇസ്രായേല്യരിലെ തദ്ദേശവാസിക്കും അവരുടെ ഇടയിലെ തൽക്കാലവാസിയായ പ്രവാസിക്കും ഒരേ നിയമമായിരിക്കണം. എന്നാൽ സ്വദേശിയിൽ നിന്നായാലും പ്രവാസിയിൽ നിന്നായാലും ധിക്കാരപൂർവ്വം വർത്തിക്കുന്ന ഒരു വ്യക്തി കർത്താവിനെ തന്നെയാണ് അധിക്ഷേപിക്കുന്നത്. ആ വ്യക്തി സ്വജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം. അവൻ കർത്തൃവചനം നിന്ദിക്കുകയും അവിടുത്തെ കൽപ്പന ലംഘിക്കുകയും ചെയ്തിരിക്കിയാൽ ആ വ്യക്തി തീർച്ചയായും വിച്ഛേദിക്കപ്പെടണം. അവൻ്റെ കുറ്റം അവനിൽ തന്നെയായിരിക്കും. സാബത്ത് ലംഘനം: ഇസ്രായേല്യർ മരുഭൂമിയിലായിരുന്നപ്പോൾ സാബത്ത് നാളിൽ വിറകുകൾ ശേഖരിക്കുന്ന ഒരാളെ അവർ കണ്ടെത്തി. വിറകുകൾ ശേഖരിക്കുന്നതിനായി അവനെ കണ്ടെത്തിയവർ മോശയുടെയും അഹ്റോൻ്റെയും സമൂഹം മുഴുവൻ്റെയും പക്കൽ അവനെ കൊണ്ടുവന്നു. അവനോട് എന്തു ചെയ്യണമെന്ന് വ്യക്തമാകാതിരുന്നത് മൂലം അവർ അവനെ തടവിൽ വിട്ടു. അപ്പോൾ കർത്താവ് മോശയോട് അരുൾ ചെയ്തു, അയാൾ തീർച്ചയായും വധിക്കപ്പെടണം. പാളയത്തിന് പുറത്തു വെച്ച് സമൂഹം ഒന്നാകെ അവനെ കല്ലെറിയണം. കർത്താവ് മോശയോട് കൽപ്പിച്ചതുപോലെ സമൂഹം മുഴുവൻ അവനെ പാളയത്തിന് വെളിയിൽ കൊണ്ടുവന്ന് കല്ലെറിഞ്ഞു. അങ്ങനെ അവൻ മരിച്ചു. വസ്ത്രാഞ്ചല തൊങ്ങലുകൾ: കർത്താവ് മോശയോട് ഇപ്രകാരം അരുൾ ചെയ്തു, ഇസ്രായേല്യരോട് നീ പ്രസ്താവിച്ച് പറയുക, അവർ തങ്ങളുടെ തലമുറകൾ തോറും വസ്ത്രങ്ങളുടെ വിളുമ്പുകളിൽ തോങ്ങൽ പിടിപ്പിക്കണം. വിളുമ്പിൻ്റെ തോങ്ങലിൽ നീല നാടകൾ കെട്ടണം. അത് നിങ്ങൾക്ക് തോങ്ങലായി ഉണ്ടായിരിക്കുകയും നിങ്ങളത് കാണുകയും ചെയ്യുമ്പോൾ നിങ്ങൾ വ്യതിചലിച്ച് പിഞ്ചെല്ലുന്ന നിങ്ങളുടെ ഹൃദയത്തിൻ്റെ പിന്നാലെയും കണ്ണുകളുടെ പിന്നാലെയും തേടി അലയാതെ കർത്തൃകൽപ്പനകളെല്ലാം ഓർത്ത് അവ നിങ്ങൾ അനുഷ്ഠിക്കും. തൽഫലമായി നിങ്ങൾ എൻ്റെ കൽപ്പനകളെല്ലാം ഓർത്ത് അനുഷ്ഠിച്ച് നിങ്ങളുടെ ദൈവത്തിന് വിശുദ്ധരായിരിക്കും. നിങ്ങൾക്ക് ദൈവമായിരിക്കേണ്ടതിന് ഈജിപ്ത് നാട്ടിൽ നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. നിങ്ങളുടെ ദൈവമായ കർത്താവ് ഞാനാണ്. നിയമാവർത്തന പുസ്തകം 13-ാം അധ്യായം. വിഗ്രഹാരാധനയ്ക്കെതിരെ മുന്നറിയിപ്പ്. ഞാൻ നിങ്ങളെ അനുശാസിക്കുന്ന ഓരോ വചനവും നിർവഹിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം. അതിനോട് നീ ഒന്നും കൂട്ടിച്ചേർക്കരുത്, അതിൽ നിന്ന് ഒന്നും കുറയ്ക്കാനും പാടില്ല. ഒരു പ്രവാചകനോ സ്വപ്നദർശകനോ നിങ്ങൾക്ക് മധ്യേ വന്ന് നിങ്ങൾക്കൊരടയാളമോ അത്ഭുതമോ നൽകുന്നുവെന്നിരിക്കട്ടെ. നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്ത മറ്റ് ദേവന്മാരുടെ പിന്നാലെ പോയി നമുക്ക് അവയെ സേവിക്കാമെന്ന് നിങ്ങളോട് പ്രസ്താവിക്കുന്ന അടയാളവും അത്ഭുതവും വന്നെന്നും ഇരിക്കട്ടെ. നിങ്ങൾ ആ പ്രവാചകൻ്റെ വാക്കുകളോ സ്വപ്നജൽപ്പനമോ കേൾക്കരുത്. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ നിങ്ങളുടെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും കൂടെ സ്നേഹിക്കുന്നവർ തന്നെയാണോ നിങ്ങളെന്നറിയാൻ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ പരീക്ഷിക്കുന്നതാണ്. നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ പിന്നാലെ നിങ്ങൾ നടക്കണം. അവിടുത്തെ നിങ്ങൾ ഭയപ്പെടണം. നിങ്ങൾ അവിടുത്തെ കൽപ്പനകൾ പാലിക്കണം. അവിടുത്തെ സ്വരം നിങ്ങൾ ശ്രവിക്കണം. അവിടുത്തെ നിങ്ങൾ സേവിക്കണം. അവിടുത്തോട് ചേർന്ന് നിൽക്കുകയും വേണം. ആ പ്രവാചകനാകട്ടെ ആ സ്വപ്നദർശകനാകട്ടെ വധിക്കപ്പെടണം. എന്തെന്നാൽ നിങ്ങളെ ഈജിപ്ത് നാട്ടിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നവനും നിന്നെ അടിമകളുടെ ഭവനത്തിൽ നിന്ന് പരിത്രാണം ചെയ്തവനും നിങ്ങളുടെ ദൈവവുമായ കർത്താവിനെതിരെ ഏതു മാർഗത്തിലൂടെ നടക്കാൻ
നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അനുശാസിച്ചുവോ? അതിൽ നിന്ന് നിന്നെ വ്യതിചലിപ്പിക്കുവാൻ അവൻ മതഭ്രംശം പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ ആ തിന്മ നിന്റെ ഇടയിൽ നിന്ന് നീ ഉന്മൂലനം ചെയ്യണം. നിന്റെ മാതൃതനയനായ സഹോദരനോ, നിന്റെ മകനോ മകളോ, നിന്റെ ശ്രേഷ്ഠ ഭാര്യയോ, പ്രാണതുല്യനായ സുഹൃത്തോ, നീയും നിന്റെ പിതാക്കന്മാരും അറിഞ്ഞിട്ടില്ലാത്ത അന്യദേവന്മാരെ നമുക്ക് പോയി സേവിക്കാമെന്ന് പറഞ്ഞ് നിന്നെ ഗോപ്യമായി വശീകരിക്കുന്നു എന്നിരിക്കട്ടെ. അത് ഭൂമിയുടെ ഒരറ്റം മുതൽ ഭൂമിയുടെ മറ്റേ അറ്റം വരെ നിനക്ക് സമീപത്തോ നിന്നിൽ നിന്ന് വിദൂരത്തോ ആയി നിങ്ങൾക്ക് ചുറ്റുമുള്ള ജനങ്ങളുടെ ദേവന്മാരിൽ നിന്നായിരിക്കുകയും ചെയ്യട്ടെ. നീ അവന് സമ്മതം നൽകുകയോ അവനെ ചെവിക്കൊള്ളുകയോ അരുത്. അവനെ അനുഭാവപൂർവ്വം കടാക്ഷിക്കുകയും അരുത്. ശിക്ഷിക്കാതെ വിടരുത്. അവന് സംരക്ഷണവുമാകരുത്. അവനെ കൊല്ലുക തന്നെ വേണം. നിന്റെ കരമാണ് അവനെ വധിക്കാൻ ആദ്യം അവൻ്റെ മേൽ പതിയേണ്ടത്. അതേ തുടർന്ന് ജനം മുഴുവൻ്റെയും കരവും. അവൻ മരിക്കേണ്ടതിന് അവനെ നീ കല്ലെറിയണം. എന്തെന്നാൽ ഈജിപ്ത് നാട്ടിൽ നിന്ന്, അടിമകളുടെ ഭവനത്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന നിന്റെ ദൈവമായ കർത്താവിൽ നിന്ന് നിന്നെ അകറ്റാനാണ് അവൻ പരിശ്രമിച്ചത്. ഇസ്രായേൽ ജനം മുഴുവൻ ഇത് കേട്ട് ഭയപ്പെടണം. ഈ ദുഷ്കാര്യത്തിന് തുല്യമായതൊന്നും നിനക്ക് മധ്യേ ചെയ്യാൻ അവർ മേലിൽ മുതിരരുത്. വസിക്കാനിടമായി നിന്റെ ദൈവമായ കർത്താവ് നിനക്ക് തന്നിരിക്കുന്ന പട്ടണങ്ങളിലൊന്നിൽ നീ ഇപ്രകാരം കേൾക്കുന്നുവെന്നിരിക്കട്ടെ. നിന്റെ ഇടയിൽ നിന്ന് കൊള്ളരുതാത്തവരായ ആളുകൾ പുറപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിട്ടില്ലാത്ത അന്യദേവന്മാരെ നമുക്ക് പോയി സേവിക്കാമെന്ന് പറഞ്ഞ് അവരുടെ പട്ടണനിവാസികളെ വഴിതെറ്റിച്ചിരിക്കുന്നു. അപ്പോൾ നീ നന്നായി അന്വേഷിക്കുകയും പരിശോധിക്കുകയും വിചാരണ നടത്തുകയും ചെയ്യണം. ഇതാ സംഗതി സത്യമാണെന്ന് തെളിഞ്ഞിരിക്കുന്നു. നിന്റെ ഇടയിൽ ആ ഹീനകൃത്യം ചെയ്യപ്പെട്ടിരിക്കുന്നു. നീ ആ പട്ടണനിവാസികളെ നിശേഷം വാളിൻ്റെ വായ്ത്തലയ്ക്ക് ഇരയാക്കണം. അതിനെയും അതിലുള്ള സകലത്തിനെയും അതിൻ്റെ മൃഗഗണത്തെയും വാളിൻ്റെ വായ്ത്തലയ്ക്ക് ഉന്മൂലനാചാര വിധേയമാക്കണം. അതിൻ്റെ കൊള്ള മുതൽ മുഴുവനും അതിൻ്റെ ചത്തുരത്തിൽ കൂട്ടിയിടണം. ആ പട്ടണവും അതിൻ്റെ കൊള്ള മുതൽ മുഴുവനും നിന്റെ ദൈവമായ കർത്താവിന് ഒരു സമ്പൂർണ്ണ യാഗമായി തീയിൽ കത്തിക്കണം. അത് എന്നേക്കും ഒരു നാശകൂമ്പാരമായിരിക്കും. അത് വീണ്ടും പണിയപ്പെടരുത്. നിഷിദ്ധ വസ്തുവിൽ നിന്ന് ഒന്നും നിന്റെ കയ്യിൽ ഒട്ടരുത്. എങ്കിലേ കർത്താവ് തൻ്റെ തീവ്രകോപത്തിൽ നിന്ന് പിന്തിരിഞ്ഞ് നിന്നോട് അനുകമ്പ കാണിക്കുകയുള്ളൂ. അവിടുന്ന് നിന്നെ പരിഗണിക്കുകയും നിന്റെ പിതാക്കന്മാരോട് ശബ്ദം ചെയ്തിട്ടുള്ളതുപോലെ നിന്നെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. നീ തീർച്ചയായും നിന്റെ ദൈവമായ കർത്താവിൻ്റെ ദൃഷ്ടികളിൽ ശരിയായത് ചെയ്യാൻ ഞാനിന്ന് നിന്നെ അനുശാസിക്കുന്ന അവിടുത്തെ കൽപ്പനകളെല്ലാം പാലിക്കുന്നതിന് നിന്റെ ദൈവമായ കർത്താവിൻ്റെ സ്വരം കേൾക്കണം. നിയമാവർത്തന പുസ്തകം 14-ാം അധ്യായം. കർത്താവിന് മക്കളും വിശുദ്ധജനവും. നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ മക്കളാണ് നിങ്ങൾ. മരിച്ചവനെ പ്രതി നിങ്ങൾ മുറിവുണ്ടാക്കുകയോ തിരുനെറ്റി കഷണ്ടിയാക്കുകയോ ചെയ്യരുത്. എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവിന് നീ പരിശുദ്ധ ജനമാണ്. ഭൂമുഖത്തുള്ള എല്ലാ ജനങ്ങളെക്കാളും തനിക്ക് സ്വന്തമായ ഒരു ജനമായിരിക്കുന്നതിന് കർത്താവ് നിന്നെ തിരഞ്ഞെടുത്തു. ഭക്ഷ്യയോഗ്യവും വർജ്യവുമായ മൃഗങ്ങൾ. നിന്ദ്യമായതൊന്നും നീ ഭക്ഷിക്കരുത്. നിങ്ങൾക്ക് ഭക്ഷിക്കാവുന്ന മൃഗഗണം ഇതാണ്: കാള, ചെമ്മരിയാട്, കോലാട്, പുള്ളിമാൻ, കലമാൻ, കടമാൻ, കാട്ടാട്, ചെറുമാൻ, കവരിമാൻ, മലയാട്. വിഭജിത കുളമ്പുള്ള ഏതു മൃഗവും മൃഗഗണത്തിൽ 2 കുളമ്പുകൾ ഒട്ടിയതും അയവിറക്കുന്നതുമായതെന്തും നിങ്ങൾക്ക് ഭക്ഷിക്കാം. എന്നാൽ അയവിറക്കുന്നതിൽ നിന്നും വിഭജിതമോ ഒട്ടിയതോ ആയ കുളമ്പുള്ളതിൽ നിന്നും നിങ്ങൾ ഭക്ഷിക്കരുതാത്തത് ഇവ മാത്രം. അയവിറക്കുന്നവയെങ്കിലും കുളമ്പൊട്ടിയവയല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് മലിനമായ ഒട്ടകം, മുയൽ, കുഴിമുയൽ എന്നിവയും വിഭജിത കുളമ്പുള്ള എന്നാൽ അയവിറക്കാത്തത് ആകയാൽ നിങ്ങൾക്ക് മലിനമായ പന്നിയും അവയുടെ മാംസമൊട്ടും നിങ്ങൾ ഭക്ഷിക്കുകയോ അവയുടെ ശവം സ്പർശിക്കുകയോ അരുത്. ജലത്തിലുള്ള എല്ലാറ്റിൽ നിന്ന് ഇവ നിങ്ങൾക്ക് ഭക്ഷിക്കാം. ചിറകും ചെതമ്പലും ഉള്ളവയെല്ലാം നിങ്ങൾക്ക് ഭക്ഷിക്കാം. എന്നാൽ ചിറകും ചെതമ്പലും ഇല്ലാത്ത ഒന്നും നിങ്ങൾ ഭക്ഷിക്കരുത്. അത് നിങ്ങൾക്ക് മലിനമാണ്. ശുദ്ധിയുള്ള എല്ലാ പക്ഷിഗണത്തെയും നിങ്ങൾക്ക് ഭക്ഷിക്കാം. അവയിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കരുതാത്തവ ഇവയാണ്: കഴുകൻ, ചെമ്പരുന്ത്, കരിമ്പരുന്ത്, ഗൃധ്രം, പ്രാപ്പിടിയൻ എന്നിവയും, പരുന്ത് അതിൻ്റെ ഇനമനുസരിച്ചും എല്ലാ കാക്കയും അതിൻ്റെ ഇനമനുസരിച്ചും, ഒട്ടകപ്പക്ഷിപ്പിട
രാനത്ത്, കടൽപ്പാത്ത എന്നിവയും ചെങ്ങാലിപ്പരുന്ത് അതിൻ്റെ ഇനമനുസരിച്ചും മൂങ്ങ, കൂമൻ, അരയന്നം, ഞാറപ്പക്ഷി, കരിങ്കഴുകൻ, നീർക്കൊക്കാക്ക, കൊക്ക്, എരണ്ട അതിൻ്റെ ഇനമനുസരിച്ചും കാട്ടുകോഴിയും നരിച്ചീറും ചിറകുള്ള പ്രാണിയെല്ലാം നിങ്ങൾക്ക് മലിനമാണ്, അവ ഭക്ഷ്യമാക്കരുത്. ശുദ്ധിയുള്ള ഏത് പറവയെയും നിങ്ങൾക്ക് ഭക്ഷിക്കാം, ചത്തതൊന്നും നിങ്ങൾ ഭക്ഷിക്കരുത്. നിന്റെ പടികൾക്കകത്തുള്ള പ്രവാസിക്ക് നീ അത് കൊടുക്കണം, അവൻ അത് ഭക്ഷിക്കട്ടെ, അല്ലെങ്കിൽ ഒരു അന്യന് വിൽക്കുക. എന്തെന്നാൽ നിങ്ങൾ നിങ്ങളുടെ ദൈവമായ കർത്താവിന് ഒരു വിശുദ്ധ ജനമത്രേ. ആട്ടിൻകുട്ടിയെ അതിൻ്റെ തള്ളയുടെ പാലിൽ വേവിക്കരുത്. ദശാംശം കർത്തൃഭയത്തിനും അനുഗ്രഹത്തിനും. വർഷം തോറും വയലുൽപ്പാദിപ്പിക്കുന്ന നിന്റെ വിത്തുവിഭവം മുഴുവൻ്റെയും ദശാംശം നീ സമർപ്പിക്കുക തന്നെ വേണം. നിന്റെ ദൈവമായ കർത്താവ് തൻ്റെ നാമം വസിക്കുന്നിടമായി ഈ തിരഞ്ഞെടുത്തിരിക്കുന്ന സ്ഥലത്ത് അവിടുത്തെ മുമ്പിൽ വച്ച് നിന്റെ ധാന്യത്തിൻ്റെയും വീഞ്ഞിൻ്റെയും എണ്ണയുടെയും ദശാംശവും ആടുമാടുകളുടെ കടിഞ്ഞൂലുകളും നീ ഭക്ഷിക്കണം. ആയുഷ്കാലം മുഴുവൻ നീ അവിടുത്തെ ഭയപ്പെടാൻ പഠിക്കുന്നതിനു വേണ്ടിയാണിത്. എന്നാൽ നിനക്ക് ചുമന്നുകൊണ്ടുപോകാൻ കഴിയാത്ത വിധം വഴി നിന്നെ സംബന്ധിച്ച് കൂടുതലാണെങ്കിൽ, നിന്റെ ദൈവമായ കർത്താവ് തൻ്റെ നാമം സ്ഥാപിക്കുന്നതിന് തിരഞ്ഞെടുത്ത ഇടം നിന്നിൽ നിന്ന് അകലെയുള്ള സ്ഥലമാണെങ്കിൽ, നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അനുഗ്രഹിച്ചതുകൊണ്ട് നീ അവ പണത്തിന് വിറ്റ് പണം കൈവശം കിഴിയാക്കി നിന്റെ ദൈവമായ കർത്താവ് തിരഞ്ഞെടുത്ത സ്ഥലത്തേക്ക് യാത്രയാകണം. ആ പണം നീ നിന്റെ ആത്മാഭിലാഷസിദ്ധിക്കായി ആടുമാടുകൾ, വീഞ്ഞ്, ലഹരിപാനീയം തുടങ്ങി നീ വ്യക്തിപരമായി ആഗ്രഹിക്കുന്നത് എന്തിനു വേണ്ടി ചെലവഴിക്കണം. എന്നിട്ട് നീയും നിന്റെ കുടുംബവും നിന്റെ ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിൽ ഭക്ഷിച്ച് ആഹ്ലാദിക്കണം. നിന്റെ കവാടങ്ങൾക്കകത്തുള്ള ലേവായനെ നീ അവഗണിക്കരുത്, എന്തെന്നാൽ അവന് നിന്നോടൊപ്പം ഓഹരിയോ അവകാശമോ ഇല്ലല്ലോ. 3-ാം വർഷത്തിൻ്റെ അവസാനം ആ വർഷത്തിലെ നിന്റെ വിഭവത്തിൻ്റെ ദശാംശം മുഴുവനും കൊണ്ടുവന്ന് നിന്റെ കവാടങ്ങൾക്കുള്ളിൽ സൂക്ഷിക്കണം. നിന്നോടൊപ്പം ഓഹരിയും അവകാശവുമില്ലാത്തതുകൊണ്ട് നിന്റെ കവാടങ്ങൾക്കുള്ളിലുള്ള ലേവായനും ഒപ്പം പ്രവാസിയും അനാഥനും വിധവയും വന്ന് ഭക്ഷിച്ച് തൃപ്തിയടയട്ടെ. നീ ചെയ്യുന്ന നിന്റെ ഓരോ കരവേലയിലും നിന്റെ ദൈവമായ കർത്താവ് നിന്നെ അനുഗ്രഹിക്കേണ്ടതിനാണിത്. സങ്കീർത്തനങ്ങൾ 96. കർത്താവ് രാജാവും വിധിയാളനും. കർത്താവിന് ഗീതം ആലപിക്കുവിൻ, ഒരു നവ്യഗീതം. ഭൂമി മുഴുവനുമേ കർത്താവിന് ഗീതം ആലപിക്കുവിൻ. കർത്താവിന് ഗീതം ആലപിക്കുവിൻ, അവിടുത്തെ നാമം വാഴ്ത്തുവിൻ. ദിനംപ്രതി അവിടുത്തെ രക്ഷാസന്ദേശം വിളംബരം ചെയ്യുവിൻ. അവിടുത്തെ മഹത്വം ജനതകളുടെ ഇടയിൽ പ്രസംഗിക്കുവിൻ. അവിടുത്തെ വിസ്മയകൃത്യങ്ങൾ സകല ജനങ്ങളുടെ ഇടയിലും. എന്തെന്നാൽ കർത്താവ് വലിയവനും അത്യന്തം വിസ്തൃതൻ സ്തുത്യർഹനുമാണ്. ഭീതിതനായ അവിടുന്ന് സകല ദേവന്മാർക്കും ഉപരിയാണ്. ജനങ്ങളുടെ ദേവന്മാരെല്ലാം വിഗ്രഹങ്ങളാണല്ലോ. കർത്താവ് അത്രേ ആകാശങ്ങൾ മനഞ്ഞത്. തിരുമുമ്പിലാണ് പ്രതാപവും പ്രാഭവവും. അവിടുത്തെ ശ്രീകോവിലാണ് ബലവും മഹിമയും. ജനഗണങ്ങളെ കർത്താവിന് നൽകുവിൻ, മഹത്വവും ബലവും കർത്താവിന് നൽകുവിൻ. തിരുനാമത്തിൻ്റെ മഹത്വം കർത്താവിന് നൽകുവിൻ. കാഴ്ചവസ്തു സംവഹിച്ച് അവിടുത്തെ അങ്കണങ്ങളിൽ പ്രവേശിക്കുവിൻ. വിശുദ്ധിയുടെ പ്രാഭവത്തിൽ കർത്താവിനെ ആരാധിക്കുവിൻ. ഭൂമി മുഴുവനുമേ തിരുസാന്നിധ്യം മൂലം നിങ്ങൾ വിറച്ച് ജനതകൾക്കിടയിൽ പ്രഘോഷിക്കുവിൻ. കർത്താവ് വാഴുന്നു, അതെ, ഇളകാത്ത വിധം പ്രപഞ്ചം സുസ്ഥാപിതമായിരിക്കുന്നു. അവിടുന്ന് ജനങ്ങളെ പരമാർത്ഥതയോടെ വിധിക്കും. ആകാശങ്ങൾ സന്തോഷിക്കട്ടെ, ഭൂമി ആനന്ദിക്കട്ടെ, സമുദ്രവും അതിലുള്ളവയും ഇരമ്പട്ടെ, വയലും അതിലെ സമസ്തവും ആഹ്ലാദിക്കട്ടെ. അപ്പോൾ വനവൃക്ഷങ്ങളെല്ലാം ആരവം മുതിർക്കട്ടെ കർത്തൃസന്നിധിയിൽ തന്നെ. എന്തെന്നാൽ അവിടുന്ന് വരുന്നു, അതെ, അവിടുന്ന് ഭൂമിയെ ന്യായം വിധിക്കാൻ വരുന്നു. അവിടുന്ന് പ്രപഞ്ചത്തെ നീതിയിലും ജനങ്ങളെ തൻ്റെ സത്യസന്ധതയിലും ന്യായം വിധിക്കും.